ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറൻറ്റ് എനർജി എന്താണ്? അവരുടെ ഇപ്പോഴത്തെ ഒരു ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. ഈ ഒരു ടൈം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഹൈ പ്രീസ്റ്റസ്, 4 ഓഫ് കപ്സ് ആൻഡ് പ്രിൻസസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാം. കുറച്ച് നാളുകളായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ടാവില്ല, നല്ലതുപോലെ കുറവായിരിക്കാം. കാരണം ഈ ഒരു പേഴ്സൺ ഒരു സൈലൻറ്റ് ഒബ്സർവറായിട്ട് മാറിയിരിക്കുന്ന എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, വളരെ ഡീപ്പ് ലെവൽ ഫീലിങ്സ് ഉണ്ട്. പക്ഷേ അവരത് നിങ്ങളോട് തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോടൊരു ഫീലിങ്സ് ഇല്ലാത്തതുപോലെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നത്, പുറമേ കാണിക്കുന്നത്. കാരണം ഇൻറ്റേർണൽ ഫീലിങ്സ് അവർ പുറത്തേക്ക് കാണിക്കാൻ തയ്യാറല്ലാത്ത ഒരു മാനസികാവസ്ഥ നമുക്കിവിടെ കാണാം. മാത്രമല്ല ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം തീവ്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും പുറമേ അത് കാണിക്കാതെ സപ്രസ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കറൻലി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചൽ നമ്പർ 333 കമൻറ്റ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.